ഹലോ നമസ്കാരം. ന്യൂസ് കിച്ചൺ സ്റ്റോറീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ ഇതൊരു ഷോപ്പിംഗ് ആൻഡ് മൂവി നൈറ്റ് തന്നെയാണ്. അതായത് ബാംഗ്ലൂരിലെ ഒരു നൈറ്റ് സ്റ്റോറി കൂടി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അതായത് വിശദീകരിച്ചിട്ടൊന്നും ഞാൻ പറയുന്നില്ല. നമ്മളൊരു ഔട്ട്ഡോർ പോവുകയാണ്. അതായത് നമ്മൾ കുറച്ച് ഷോപ്പിംഗ് കുറേ അതായത് പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലേ ഞാൻ ഈ വീഡിയോയിൽ. ആക്ച്വലി എന്നാലും അതായത് നമ്മളൊരു മോളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പോയിട്ട് കുറച്ച് ഷോപ്പിംഗ് പരിപാടീസൊക്കെ ഉണ്ട്. അതിനുശേഷം മൂവി നൈറ്റ് കൂടിയാണ്. അപ്പം നമ്മളെ ഷോപ്പിംഗ് എങ്ങനെയാണ് എന്തൊക്കെയാ സംഭവങ്ങളെന്നൊക്കെ ഉള്ളത് ചുരുക്കിയിട്ടൊരു ചെറിയ വീഡിയോ ആക്കിയിട്ടുണ്ട് ബാംഗ്ലൂർ ഡേയ്സിൽ. അപ്പോൾ ആ ഒരു വീഡിയോ ആണിത്. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ്. അപ്പോൾ നിങ്ങളെ ഗേൾസ് ട്രിപ്പ് എവിടുത്തെ വരെയായി പ്ലാനിങ് ഒക്കെ നമ്മളൊരു വിധം പ്ലാൻ ചെയ്ത് ഈ ഒരു അവസ്ഥയിൽ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളെ കൊണ്ട് പറ്റിയെങ്കിൽ നിങ്ങളെ കൊണ്ട് തീർച്ചയായിട്ടും ഒരു അടിപൊളി ഗേൾസ് ട്രിപ്പ് പോകാൻ പറ്റും. അപ്പോൾ ഇപ്പോഴേ പ്ലാൻ ചെയ്ത് തുടങ്ങിക്കോ, പ്ലാനിങ് സ്റ്റോപ്പ് ഒന്നും ചെയ്യണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് മോളിലെത്തിയിട്ടുള്ള സ്റ്റോറീസ് അവിടെ നിന്ന് കാണാം. അപ്പം നമ്മൾ എത്തിയിട്ടുള്ള ഫിനിക്സ് മോളിലാണ് ബാംഗ്ലൂരിൽ. അപ്പോൾ ക്രിസ്മസ് ആൻഡ് ന്യൂ ഡെക്കറേഷനിലായിരുന്നു മോള് മൊത്തത്തിലുണ്ടായത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഇത് കഴിഞ്ഞ ലാസ്റ്റ് മന്ത് നടന്ന ഒരു ഗേൾസ് ട്രിപ്പിൻ്റെ വീഡിയോ ആണ്. അപ്പം ഞാൻ ഓരോ വീഡിയോ ആയിട്ട് എൻ്റെ ഒരു ടൈം വെച്ച് എഡിറ്റ് ചെയ്ത് വരുന്നതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ഡിലേ ആയി പോകുന്നത്. കാരണം എനിക്ക് 2 കുട്ടികളാണ് ഉള്ളത്. അപ്പോൾ അവരെ മാനേജ് ചെയ്യണം, അതിൻ്റെ കൂടെ ക്ലാസ് മാനേജ് ചെയ്യണം, വീട്ടിലെ കാര്യങ്ങൾ, അതിൻ്റെ നടുക്കാണ് ഈ വീഡിയോ പരിപാടീസൊക്കെ ഞാൻ ചെയ്യുന്നത്. ആ ഒരു കുറച്ച് ഡിലേ ആണ് നിങ്ങൾക്ക് ഈ വീഡിയോസിലൊക്കെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഫുൾ അടിപൊളിയായിട്ട് മോള് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ക്രിസ്മസ് ട്രീ ഉണ്ട്, അതുപോലെ തന്നെ ഈ പിക്കോക്കിൻ്റെ ഇത് നിങ്ങൾ കണ്ടല്ലോ നമ്മൾ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുള്ളത്, അതൊക്കെയുണ്ട്. അതിൻ്റെയൊക്കെ കൂടെ നമ്മളിത് മോളിൻ്റെ അകത്തേക്ക് എൻട്രി ചെയ്യാണ്. അപ്പോൾ മോളിലേക്ക് വാക്കിങ്ങും നമ്മളെ ഗേൾസിൻ്റെ ടോക്കിങ്ങും ഫോട്ടോ എടുപ്പും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് നമ്മളിവിടുന്ന്. Let's go and see Aldo for 50% sale. So Black Friday sale. അങ്ങനെ നമ്മൾ എൽഡോയിൽ കയറുകയാണ്. എന്നെ അറിയുന്നവർക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, എനിക്ക് ഭയങ്കര ക്രേസാണ് ലേഡീസ് ബാഗ്, ഹാൻഡ് ബാഗ്, സ്ലിംഗ് ബാഗ്സ് ഒക്കെ. അത് ബ്രാൻഡ് എന്നില്ല, അൺബ്രാൻഡഡ് ആയിട്ടും ഞാൻ വാങ്ങാറുണ്ട്, ബ്രാൻഡഡ് ആയിട്ടും ഞാൻ വാങ്ങാറുണ്ട്. എനിക്ക് ഭയങ്കര ക്രേസാട്ടോ ഈ ബാഗ്സിൽ. അതുകൊണ്ട് തന്നെ ഞാൻ സെയിലൊക്കെ നടക്കുമ്പോൾ പ്രത്യേകിച്ച് ഞാൻ എന്തായാലും കയറാണ്ട് നിൽക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഫിനിക്സ് മോളിൽ സെയിൽ നടക്കുന്നുണ്ടായിരുന്നു. ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ എന്നാണ് പറഞ്ഞിട്ടുണ്ടായത്. അപ്പം നമ്മൾ എൽഡോയിൽ കയറിയിട്ട് ബാഗ്സ് നോക്കുകയായിരുന്നു. എനിക്ക് എന്തായാലും ഒരു ബാഗ് വാങ്ങണം എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു ഞാൻ. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് ബാഗ്സിൻ്റെ കൂടെ അവിടെ സെയിലിൽ അവരുടെ ഷൂസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം മെയിനായിട്ട് എൻ്റെ ഫേവറേറ്റ് ബാഗ് ആയതുകൊണ്ട് ഞാൻ കൂടുതൽ ബാഗ്സ് തന്നെയാണ് കേട്ടോ നോക്കിയിട്ടുണ്ടായത്. അപ്പോൾ എന്തായാലും കയറിയ സ്ഥിതിക്ക് എൽഡോയുടെ ബാഗൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു കുറച്ച് സാധനങ്ങളൊക്കെ. അപ്പോൾ ബഡ്ജറ്റ് കുറച്ച് കമ്മി ആയതുകൊണ്ട് വാങ്ങണോ വേണോ എന്നുള്ള ചെറിയ കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ബാഗൊക്കെ നോക്കി ഇഷ്ടപ്പെട്ടു. കുറച്ച് പർച്ചേസിംഗ് ഒക്കെ നടത്തിയെന്ന് വേണമെങ്കിൽ പറയാം. അതറിയണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ, ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും എന്താ ഞാൻ അവിടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളൂ എന്നുള്ളത്. അപ്പോൾ ഇതാ ബാഗിൻ്റെയും അതായത് എൽഡോ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മളിതാ പുറത്തേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ എൽഡോൻ്റെ ഒരു ചെറിയ വ്യൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അവിടെ ഉള്ളതൊക്കെ എല്ലാം നല്ല ഓഫർ പ്രൈസിൽ തന്നെ കേട്ടോ ഉള്ളത്. അതായത് 50,000 ഒക്കെ 13,000 വരെ ഓഫർ പ്രൈസിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു എൽഡോയിൽ. അതിൻ്റെ പോലെ തന്നെ നല്ല നല്ല കളക്ഷൻസും അവിടെ ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് തന്നെ അത്ര തിരക്കും അവിടെ ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ വീഡിയോ തന്നെ. അപ്പം നമുക്ക് എൽഡോൻ്റെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ട് ബാക്കി വിശേഷം ഞാൻ പറയാം. ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി, ഹാൻഡ് ബാഗ്സിന് മാത്രമല്ല കേട്ടോ, ലേഡീസ് ബൂട്ട്സിനും അവിടെ നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നു. അതുപോലെ ബാക്ക്
ബാഗ്സിനും ഉണ്ടായിരുന്നു എന്ന് എൻ്റെ ഒരു ഓർമ്മ. ചില ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് സ്ലോ മോഷനായിട്ട് അതിൻ്റെ പ്രൈസ് ടാഗ് കാണിച്ചു തന്നിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും എനിക്ക് കവർ ചെയ്യാൻ പറ്റിയില്ല, പക്ഷേ ഓൾമോസ്റ്റ് കുറച്ചൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ എൽഡോയിലുള്ള ഷോപ്പിങ്ങിന് ശേഷം നമ്മളിത് പുറത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്താ അടുത്ത പരിപാടി എന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പറഞ്ഞത് തൊട്ടടുത്ത് തന്നെ വി ആർ മോൾ തന്നെ അതൊന്നും ഉണ്ടായത്. എനിക്ക് പേര് ഓർമ്മയില്ല, വി ആർ മോളിൽ നിന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായത് തോന്നുന്നു. അപ്പോൾ അവിടെയും കൂടി നമുക്ക് കയറാം. അവിടെ വെസ്റ്റ് സൈഡൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വെസ്റ്റ് സൈഡ്, പാന്തലൂം, സാറ, അങ്ങനെ ഷോപ്പിംഗ് കുറേ പരിപാടികളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാ ഔട്ട്ലെറ്റിൻ്റെയും എന്താ പറയുക നെയിമിംഗ് ഒന്നും കാണിച്ചു തരുന്നില്ല, നമ്മൾ ഷോപ്പ് ചെയ്ത വിധം നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ വീഡിയോയിൽ. അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കാൻ തന്നെ നമുക്കപ്പുറം വി ആർ മോളിൽ പോയാലോ എന്നുള്ളതിൽ, കാരണം നമ്മൾ പോയാൽ വേഗം തിരിച്ചെത്താൻ പറ്റുമോ എന്നൊക്കെയായിരുന്നു നമ്മൾ സംസാരിച്ചുകൊണ്ട് വേറെ ഒന്നുമല്ല, നമ്മൾ നൈറ്റ് ഫിലിമിനെ ബുക്ക് ചെയ്തിട്ടുണ്ട്. 9:30 തോന്നുന്നു. ഞാൻ ടൈം എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ. അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്ത് ഓക്കെ എന്നാൽ അപ്പുറം വി ആർ മോളിൽ പോകാം, കാരണം ഇവിടെ വെസ്റ്റ് സൈഡ് ഇല്ല. നമുക്ക് അപ്പുറം വി ആർ മോളിൽ പോയാൽ അവിടെ വെസ്റ്റ് സൈഡിൽ ഷോപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് വെസ്റ്റ് സൈഡും പോകാനുണ്ടായിരുന്നു, പാന്തലൂംസും പോകാനുണ്ടായിരുന്നു. അപ്പോൾ പാന്തലൂംസ് എവിടെയാണ് തോന്നുന്നുള്ളത്, അവിടെ വെസ്റ്റ് സൈഡ് മാത്രമേ ഉള്ളൂ. ആദ്യം നമുക്കെന്നാൽ വെസ്റ്റ് സൈഡ് പോയിട്ട് വന്നിട്ട് പാന്തലൂംസും സാറയും കയറാമെന്ന് പറഞ്ഞു. അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള ഓട്ടമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ വി ആർ മോളിൽ എൻട്രൻസിൽ കയറുമ്പോൾ തന്നെ വലിയൊരു ക്രിസ്മസ് ട്രീ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഞാനത് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടത്, അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മൾ വി ആർ മോളിൻ്റെ അകത്ത് എൻ്റർ ആയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ വി ആർ മോളിൻ്റെ അകത്ത് വെസ്റ്റ് സൈഡ് എവിടെയാണെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വെസ്റ്റ് സൈഡ് അവിടെ ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുണ്ടായത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എം കെൻ്റെ ഒരു ഔട്ട്ലെറ്റും അവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ രണ്ട് കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു പരതിക്കൊണ്ട് നിൽക്കുന്നുണ്ടായത്. പിന്നെ മനസ്സിലായത് എം കെ അവിടെ ഇല്ല, വെസ്റ്റ് സൈഡ് മാത്രമേ ഉള്ളൂ. അതുപോലെ H&M അവിടെ ഇല്ല. H&M ഇപ്പുറത്തെ നമ്മൾ വന്ന മോളിലാണ് ഉണ്ടായത്. അങ്ങനെ കുറേ കൺഫ്യൂഷനൊക്കെ ശേഷം നമ്മളിത് വെസ്റ്റ് സൈഡിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ കാണാൻ പോകുന്ന മൊത്തം ഷോപ്പിംഗ് വീഡിയോസാണ്. വെസ്റ്റ് സൈഡ് ഉണ്ട്, H&M ഉണ്ട്, പാന്തലൂംസ് ഉണ്ട്, സാറ ഉണ്ട്, എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളത്. ചില ഔട്ട്ലെറ്റിനകത്ത് നമുക്ക്, അതായത് ചില ഷോപ്പിൽ നിന്ന് നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ചില ഷോപ്പിൽ നിന്ന് ഞാൻ എടുത്തതൊക്കെ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറയുന്നില്ല. ചില സ്ഥലത്ത് നിന്ന് നമ്മൾ ഡ്രസ്സൊക്കെ ട്രയൽ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, അതും ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അധികമൊന്നുമില്ല, 1-2 ഡ്രസ്സിനെ മാത്രമേ ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആ ഡ്രസ്സ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റിൽ പറയണേ, കാരണം അതിൻ്റെ അകത്ത് ഒരു ഡ്രസ്സ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതേതാണെന്ന് നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് നമ്മളെ വീഡിയോസ്, ഇതേപോലത്തെ ഷോപ്പിംഗ് വീഡിയോസ് ആൻഡ് വ്ളോഗിങ് വീഡിയോസ്, അതിൻ്റെ കൂടെ തന്നെ നമ്മളെ മെയിനായ കുക്കിംഗ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. കമൻറ്റ് ചെയ്യണം ഏത് വീഡിയോസാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം എന്നുള്ളത്. അതിൻ്റെ കൂടെ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണണേ. അപ്പോഴേ നമ്മളെ വീഡിയോസ് എല്ലാം അപ്ഡേറ്റ് ആയിട്ട് നമ്മൾ ഇടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളെ ഷോപ്പിംഗ് വീഡിയോ? അടിപൊളിയല്ലേ? നമ്മൾ ഓരോന്നായിട്ട് എടുത്ത് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്, വെച്ച് നോക്കുന്നുണ്ട്, ഫോട്ടോ എടുത്ത് നോക്കുന്നുണ്ട്. അതുപോലെ മിറർ കണ്ടാൽ അറിയാലോ, ഫോട്ടോസ് ആൻഡ് വീഡിയോ എടുത്തില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് ഫോട്ടോസ് ആൻഡ് വീഡിയോസ് ഡ്രസ്സ് എടുത്തിട്ട് നോക്കുന്നുണ്ട്, നമ്മൾ ട്രൈ ചെയ്തു നോക്കുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ പറഞ്ഞല്ലോ, ഞാൻ എല്ലാം പറഞ്ഞത് കൂടിയും കുറഞ്ഞും വന്നുകൊണ്ടിരിക്കുക കേട്ടോ. അതിൻ്റെ കൂടെ ഡ്രസ്സസ് മാത്രമല്ല കേട്ടോ അവിടെയുള്ളത്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഹാൻഡ് ബാഗ് കളക്ഷൻസും ഒക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു അവിടെ. അതിൻ്റെ കൂടെ തന്നെ എന്താ പറയുക, സാൻഡൽസും ഷൂസും ബൂട്ട്സും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടിട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്ന് കമൻറ്റിൽ പറയാൻ മറന്നു പോകരുത് കേട്ടോ.
അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സാൻഡിൽ കളക്ഷൻ. ഇങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ, സൂപ്പർ കളക്ഷൻസ് ഉണ്ട് കേട്ടോ അവിടെ. സാൻഡൽസ് മാത്രമല്ല, ഇയറിങ്ങിൻ്റെ ഒരു അടിപൊളി കളക്ഷൻസ് ഉണ്ട്. അതിൻ്റെ കൂടെ ഇതാ എൻ്റെ ഫേവറേറ്റ് സെക്ഷനായ ഹാൻഡ് ബാഗ്സും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതെൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത് വെസ്റ്റ് സൈഡിൻ്റെ അകത്താണ് ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വെസ്റ്റ് സൈഡിൽ പോയാൽ ഇതുപോലത്തെ നല്ല നല്ല കളക്ഷൻസ് അവിടെ നിന്ന് കിട്ടും കേട്ടോ. ഇതാ ഞാനിതാ ട്രയൽ റൂമൊക്കെ എഴുതി 2-3 ഡ്രസ്സ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതിനകത്ത് 2 ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കിട്ടാൻ വരുന്നത്. ഇതിൻ്റെ അകത്ത് ഒരു ഡ്രസ്സ് ഞാൻ എടുത്തതാണ്. അത് ഏതാണെന്ന് കമൻറ്റിൽ പറയാൻ പറ്റുമെന്ന് പറയണേ. കറക്റ്റ് ആണെങ്കിൽ ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ വെസ്റ്റ് സൈഡിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മളിതാ കൺഫ്യൂഷനായിട്ട് ഓരോ ആളും ഓരോ ഭാഗത്തായി പോയി കേട്ടോ. അതിനുശേഷം നമ്മളൊന്നും കൂടി മോളൊക്കെ റൗണ്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഇപ്പുറം തിരിച്ചു വന്നതിന് ശേഷം അവിടെയും കുറച്ച് ഷോപ്പിംഗ്സൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ R&Bയിലൊക്കെ കയറി, അതിൻ്റെ കൂടെ ബ്രൈഡൽ സ്റ്റുഡിയോസ് ഉണ്ടായിരുന്നു, അവിടെ കയറി. പിന്നെ ഞാൻ നിങ്ങൾക്ക് 2 ലെഹങ്കാസ് കാണിച്ചു തരാം കേട്ടോ. അടിപൊളി ബ്രൈഡൽ ലെഹങ്ക തന്നെയാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ജസ്റ്റ് കയറി പ്രൈസ് ഒന്ന് അന്വേഷിച്ചു, ജസ്റ്റ് 1.5 ലക്ഷം എന്ന് കേട്ടപ്പാട് ഞാൻ വേഗം ഇറങ്ങി കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മളെല്ലാവരും ടയർഡായിട്ടുണ്ട് തന്നെ. നമുക്ക് ഇനി ടൈമില്ല, ഓൾമോസ്റ്റ് 8:30 കഴിഞ്ഞു. എന്നാൽ പിന്നെ ഫുഡ് എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പിസ്സ കഴിക്കാമെന്നുള്ള ഒരു പ്ലാനുമായിട്ട് ആദ്യം KFC ആയിരുന്നു പ്ലാൻ ചെയ്തത്. അപ്പോൾ KFCയിൽ തിരക്ക് കണ്ടുകൊണ്ട് നമ്മൾ പറഞ്ഞു എന്നാൽ പിന്നെ പിസ്സ കഴിക്കുക, അതാകുമ്പോൾ പെട്ടെന്ന് കിട്ടുമല്ലോ. അങ്ങനെ നമ്മൾ കഴിച്ചു കഴിയുമ്പോഴേക്കും നമുക്ക് തിയേറ്ററിൽ കയറാനുള്ള ടൈം ആകുന്നു. അപ്പോൾ ഇതാ പിസ്സയും നമ്മൾ അതിൻ്റെ കൂടെ മൊജിറ്റോ ഒക്കെ വാങ്ങിയിട്ട് ഇതാ കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ കഴിക്കുന്ന കുറച്ച് വീഡിയോ ക്ലിപ്പിങ്സും കൂടി ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ 9:15 ആയി, തിയേറ്ററിൽ കയറാൻ ടൈമായി. അതിന് വേണ്ടിയിട്ടുള്ള ഓട്ടം നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഓട്ടം സ്റ്റാർട്ട് ചെയ്ത് PVRലേക്ക് പോകുന്ന വഴിക്ക് കണ്ടത് ഏതൊരു കോൺസെപ്റ്റ് അവിടെ നടക്കുന്നുണ്ടെന്ന്. അപ്പോൾ ആരതാ ആളെന്ന് ആദ്യം എനിക്ക് മനസ്സിലായില്ല. വെറുതെ ആ കോറിഡോറിൽ നിന്നിട്ട് ക്യാമറ വെച്ചിട്ടൊന്ന് സൂം ചെയ്ത് നോക്കുമ്പോഴാണ് ആളെ എനിക്ക് മനസ്സിലായത്. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ കമൻറ്റിൽ പറയാൻ മറന്നു പോകരുത്. ആളെ മനസ്സിലായോ? രഘു ദീക്ഷിത്തിൻ്റെ കോൺസെപ്റ്റായിരുന്നു നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. അപ്പം നമ്മളത് ആ വീഡിയോസ് കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ട് അതിൻ്റെത്. അതിൻ്റെ കൂടെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് സമയം പാട്ട് കേൾക്കാമെന്ന് വിചാരിക്കുമ്പോൾ സെക്യൂരിറ്റി വന്നിട്ട് നമ്മൾ ഓടിച്ചു കേട്ടോ. എന്നാലും ഞാൻ എടുത്തൊരു 2 ക്ലിപ്പിങ്സ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഓട്ടിക്കാണ്ട് നിൽക്കുമോ? ടിക്കറ്റ് വെച്ച് നടത്തുന്ന പരിപാടി ഒളിച്ചു നിന്ന് കാണുന്നതല്ലേ, അപ്പോൾ പിന്നെ ഓട്ടിക്കാണ്ട് നിൽക്കില്ലല്ലോ. അപ്പോൾ ഇതാ ഞാൻ എടുത്ത കുറച്ച് ക്ലിപ്പിങ്സ് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വോയിസ് ആഡ് ചെയ്യാൻ നോക്കുമ്പോൾ മനസ്സിലായത് കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ പിന്നെയും വന്നു എന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ വോയിസ് കട്ട് ചെയ്തിട്ട് എൻ്റെ വോയിസ് ഓവർ ആയിട്ടോ ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഇത് നമ്മളിതാ PVRലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലേറ്റായി 9:20 ആയെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. കാരണം ടിക്കറ്റിലുള്ള ടൈം 9:30 ആയിരുന്നു മൂവീൻ്റെത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓടി അവിടെ എത്തിയപ്പോൾ പറഞ്ഞു ഇല്ല ഇപ്പം ആണ് ഫസ്റ്റ് കഴിഞ്ഞത്, അപ്പോൾ ക്ലീനിങ്ങും പരിപാടികളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ വാഷ്റൂമിലൊക്കെ പോയി കുറച്ച് മേക്കപ്പ് പരിപാടീസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമുക്കൊന്ന് ഫ്രഷപ്പായിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ വാഷ്റൂമിലുള്ള കുറച്ച് കാഴ്ചകളും കൂടി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. We are going for a movie. In the washroom. Touch-up എന്ന് വേണ്ടത് touch-up. അതാണ് നെക്സ്റ്റ് ടച്ചപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ലിപ്സ്റ്റിക് അവിടുന്ന് കുറച്ച് സെൽഫി പരിപാടീസൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുറത്തിറങ്ങാൻ നമ്മൾ ടൈമായി എന്ന് വെച്ചിട്ട് നമ്മൾ പുറത്തിറങ്ങിയതായിരുന്നു. അപ്പോഴാണ് പറഞ്ഞത് ഇല്ല ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ക്ലീനിങ് കഴിയാൻ കുറച്ച് ടൈം എടുക്കും, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പം നമ്മൾ വിചാരിച്ചു ആരും ഇല്ലേ, നമ്മൾ മാത്രമേ ഉള്ളൂ ഈ ഫിലിമിൽ നിന്ന്. അപ്പോൾ ഏതാ ഫിലിമിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഏകദേശം മനസ്സിലായിട്ടുണ്ടാവല്ലേ, ഞാൻ ഈ പോസ്റ്ററൊക്കെ കാണിച്ചു തന്നു തന്നെ. അപ്പോൾ ആ വെയിറ്റിങ്ങിൽ ഇരുന്ന കുറച്ച് കാഴ്ചകളും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്.
ആ ഒരു നല്ല ലൈറ്റിങ്ങും ഇഫക്റ്റും ഒക്കെ ആയപ്പോൾ നമ്മൾ വെച്ച് കുറച്ച് ഫോട്ടോസും വീഡിയോസും അവിടെ നിന്നും കുറച്ച് എടുത്തു കളയാണ്. അപ്പോൾ ഇതാ ഫോട്ടോസും വീഡിയോസും എടുക്കുന്ന നടക്കുക ഒരാൾ എന്താ ചെയ്ത് വെച്ചതെന്ന് കണ്ടല്ലോ, അവിടെയുള്ള ആ സ്ക്വയർ ബോക്സ് മൊത്തത്തിൽ അങ്ങ് താഴെയിട്ട് കളഞ്ഞു. എന്നിട്ട് ലാസ്റ്റ് എല്ലാവരും കൂടി പോയിട്ട് അത് എടുത്തോട്ടേണ്ടി വരുക ചെയ്തത്. അപ്പോൾ ചുരുക്കാൻ പറഞ്ഞാൽ നമ്മൾ പോയത് ആ തിയേറ്ററിൽ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. സോഷ്യൽ മീഡിയയിൽ പോലെ കോഴിക്കോട് നമ്മൾ പോസ്റ്റല്ലോ. പിന്നെ ആശാ കുറച്ച് കളിയാക്കും, എന്താ പറയുക, വൈറലാക്കും എന്നൊക്കെ പറഞ്ഞു ഈ വീഡിയോ ഇട്ടിട്ട് കുറേ കളിയാക്കിയതിന് ശേഷം നമ്മൾ അവിടെ പോയിരുന്നു. ഇനി അറിയാൻ ആരും ബാക്കിയില്ല. അതിനുശേഷം നമ്മൾ അവിടുന്ന് പോപ്കോണും ബുക്ക് ചെയ്തു, അതിൻ്റെ കൂടെ 2 ബോട്ടിലും ബുക്ക് ചെയ്തു, അതായത് വെള്ളത്തിൽ ഇരിക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ ബുക്ക് ചെയ്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു, കാരണം ക്ലീനിങ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞുകൊണ്ട്. നമ്മൾ ചോദിച്ചു എന്നാൽ പിന്നെ കുറച്ച് വീഡിയോ സെക്ഷനും ഫോട്ടോ സെക്ഷനിലും ഒക്കെ അടുക്കളയുക. ഈ ഒരു ബാക്ക്ഗ്രൗണ്ടും ലൈറ്റിങ്ങും ഒക്കെ അടിപൊളിയായിട്ടില്ല. നമ്മൾ ഏകദേശം എല്ലാവർക്കും കുറച്ച് മെൻ്റൽ ഉള്ളതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. നിങ്ങളിപ്പോൾ ഇത് തന്നെയല്ലേ ചിന്തിച്ചുകൊണ്ടിരുന്നത്, ഇത് എത്രയാ ഫോട്ടോസും വീഡിയോസും എടുക്കുന്നതിന്, നമ്മൾ അങ്ങനെയാണ്, എന്താ ചെയ്യുക, അങ്ങനെയായി പോയി. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ വർത്തമാനം തുടങ്ങിയാൽ നോൺ സ്റ്റോപ്പായിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കും. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടൊക്കെയായിരുന്നു ഇനി തിയേറ്ററിൽ കയറിയിട്ട് വർത്തമാനം പറയാൻ തുടങ്ങരുത് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ സംസാരിച്ചുകൊണ്ട് കഴിഞ്ഞ് നിൽക്കുമ്പോൾ അവർ പറഞ്ഞു ക്ലീനിങ് സെക്ഷൻ കഴിഞ്ഞു മാം, നിങ്ങൾക്ക് അകത്ത് എൻട്രി ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ നമ്മളെല്ലാവരും ഇത് അകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് തിയേറ്ററിൽ കയറി സെറ്റിലായതിനു ശേഷം ഞാൻ നിങ്ങൾക്ക് ഏത് ഫിലിമാണ് കണ്ടതെന്നുള്ളതിൻ്റെ വീഡിയോ കാണിച്ചു തരാം കേട്ടോ. അതായത് ആ പേരിൻ്റെ ചെറിയ വീഡിയോ ക്ലിപ്പിങ്സ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഏത് ഫിലിമിനാണ് പോയതെന്ന്. അപ്പോൾ ഈ ഫിലിമിനാണോ പോയെന്ന് എന്നേരം നിങ്ങൾ ചിന്തിക്കുക. അതായത് 1 മാസം മുമ്പേ നടന്ന ഒരു സ്റ്റോറിയല്ലേ ഇത്. അപ്പം നിങ്ങൾക്ക് ടൈമിങ് ഏകദേശം മനസ്സിലാവും നമ്മൾ ഏതൊരു ടൈമാണ് ഈ ലേഡീസ് ട്രിപ്പ്, അതായത് ഗേൾസ് ട്രിപ്പ് പോയെന്നുള്ളത്. അപ്പോൾ ഫിലിം ഏതാണെന്ന് മനസ്സിലായോ? ഇപ്പം പേര് വരും കേട്ടോ, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം നസ്രീൻ്റെ പേര് കണ്ടപ്പോൾ തന്നെ ഫിലിം ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അതെ, നമ്മൾ പോയത് സൂക്ഷ്മദർശിനി കാണാൻ തന്നെയായിരുന്നു. അപ്പോൾ ഫിലിം കണ്ടു, അടിപൊളി മൂവിയായിരുന്നു, എനിക്ക് എന്തായാലും ഇഷ്ടമായി കേട്ടോ. പെണ്ണുങ്ങളെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് പഴയ മോഡലാക്കി കളഞ്ഞു ഫിലിം. മീൻസ് അൺഎക്സ്പെക്റ്റഡ് വില്ലത്തി എൻട്രി, ഒരു പടയപ്പ സ്റ്റൈൽ. കാറ് വന്ന് ഓടിക്കും. അപ്പോൾ ഫിലിം കണ്ട ഹാങ് ഓവറിൽ കഥകൾ പറയുന്ന സീൻസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ക്യാബ് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ബുക്ക് ചെയ്തുകൊണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓടിപ്പോയി ക്യാബ് പിടിക്കായിരുന്നു, കാരണം ഷോ ആയതുകൊണ്ട് തന്നെ ലേറ്റായി. അതുകൊണ്ട് തന്നെ മോളിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് കാണുമ്പോൾ തിരിയും. ഇത്രയും നേരം ഫുൾ ആളും ഒച്ചപ്പാടും ഉള്ള മോള് ഇപ്പോൾ ഫുൾ കാലിയായതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എങ്ങനെയുണ്ടായിരുന്നു കമൻറ്റ് പറയാൻ മറന്നു പോകരുത് കേട്ടോ. ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ പറയുന്നതിന് മുമ്പ് നമ്മളിതാ ക്യാബിൽ കയറാൻ പോവുകയാണ്. ഇത് കണ്ടോ, പുറത്തേത്തെ കാഴ്ച നോക്കിയിട്ട് എന്തൊരു കാമായിപ്പോൾ, ആരും ഇല്ല മോളുടെ മുമ്പിലൊന്നും. ഇനി നേരെ വീട്ടിൽ പോകണം. വീട്ടിൽ പോയതിന് ശേഷം റീൽ എടുക്കണം, അതായിരുന്നു പ്രധാന പരിപാടി. അപ്പം വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്.